കഴിഞ്ഞ 3 ദശകങ്ങളായി നെടുങ്ങംവീട്ടിൽ രവിയും അദ്ദേഹത്തിൻ്റെ വിശ്വസ്തരായ കൂട്ടാളികളും ചേർന്ന് ഏറ്റവും കരുത്തുറ്റതും മനോഹരവുമായ കവുങ്ങ് തടി തേടിപ്പിടിച്ച് വെട്ടിയെടുത്തുകൊണ്ടുവരുന്നു. ഈടുറ്റ ഈ തടിയിൽ നിന്നാണ് ഓരോ വർഷവും തിരുവമ്പാടി ദേശം തങ്ങളുടെ വർണ്ണക്കൊടി ഉയർത്താനുള്ള മനോഹരമായ കൊടിമരമൊരുക്കുന്നത്. എന്നാൽ തൃശ്ശൂർ പൂരത്തിൻ്റെ നെടും തൂണായ ഇത്തരം പ്രധാനപ്പെട്ട ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും പിന്നിലെ രവിയുടെയും കൂട്ടാളികളുടെയും അശ്രാന്ത പരിശ്രമത്തെക്കുറിച്ച് അധികമാർക്കും അറിവുണ്ടാവില്ല. ഉയർന്ന മനോവീര്യത്തോടെയും ഉത്സവത്തിൻ്റെ അലയൊലികൾക്കിടയിലും അവർ തങ്ങളുടെ ദൗത്യം നിശബ്ദമായി നിർവഹിക്കുന്നു. സുന്ദരനാശാരിയും അദ്ദേഹത്തിൻ്റെ മകനും തിരഞ്ഞെടുക്കപ്പെട്ട കവുങ്ങ് തടിയിൽ നിന്ന് കൊടിമരം കൊത്തിയെടുക്കുന്ന പുണ്യകർമ്മത്തിനായി തങ്ങളുടെ വീട് വിട്ടിറങ്ങുന്നു. ഈ ആചാര നിർവഹണത്തിന് നേതൃത്വം നൽകുന്നത് അവരുടെ പൈതൃകമാണ്. കഴിഞ്ഞ 30 വർഷമായി അവർ ഈ ആചാരം അനുഷ്ഠിക്കുന്നത് അളവറ്റ ഭക്തിയോടും വിനയത്തോടും കൂടിയാണ്. അതിനുശേഷം വരുന്ന 15 ദിവസങ്ങൾ അവർ വ്രതത്തിലും തപസ്സിലുമായി സ്വയം സമർപ്പിക്കുന്നു. എന്നിരുന്നാലും ലോകമെമ്പാടുമുള്ള ശ്രദ്ധ നേടിയ തൃശ്ശൂർ പൂരത്തിൻ്റെ പ്രകാശപൂരിതമായ മുൻനിരയിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം പലപ്പോഴും വിസ്മരിക്കപ്പെടുന്നു. കൊടി ഉയരുന്നതോടെ പൂരാഘോഷങ്ങൾക്ക് ഔദ്യോഗിക തുടക്കമാവുകയാണ്. തട്ടകത്തിലെ ഓരോ വീടുകളിലും ചെന്ന് പറയെടുപ്പ് എന്ന ചടങ്ങ് പൂർത്തിയാക്കുന്നതുവരെ മറ്റു പൂരച്ചടങ്ങുകൾ കാത്തിരിക്കേണ്ടി വരും. തൃശ്ശൂർ പൂരത്തെ വർണ്ണങ്ങളുടെ ഒരു വിസ്മയ ലോകത്തേക്ക് നയിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നത് ആനച്ചമയങ്ങളാണ്. അലങ്കരിച്ച ആനപ്പുറത്തെ വർണ്ണാഭമായ ആവരണങ്ങൾ, ലക്ഷക്കണക്കിന് ആളുകൾ ഉയർന്ന ആവേശത്തോടെയും ആകാംക്ഷയോടെയും കാത്തിരിക്കുന്ന കുടമാട്ടത്തിനായി ഒരുക്കുന്ന പട്ടുക്കുടകൾ, ആനയുടെ നെറ്റിപ്പട്ടത്തിലെ സ്വർണ്ണത്തിളക്കങ്ങൾ, മയിൽപ്പീലികളുടെ വർണ്ണശോഭ ഒപ്പിയെടുക്കുന്ന ആലവട്ടങ്ങൾ, ആവേശമുണർത്തുന്ന വെഞ്ചാമരങ്ങൾ എന്നിവയെല്ലാം ഈ ഉത്സവത്തിന് ഒരു പ്രത്യേക സൗന്ദര്യം നൽകുന്നു. തൃശ്ശൂർ കുന്നത്തങ്ങാടി കിഴക്കേപ്പുരയ്ക്കൽ വസന്തൻ ഈ പൂരത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ്. കഴിഞ്ഞ 4.5 പതിറ്റാണ്ടായി പാറമേക്കാവിനുള്ള പട്ടുക്കുടകളുടെയും നെറ്റിപ്പട്ടങ്ങളുടെയും നിർമ്മാണത്തിന് അദ്ദേഹം നേതൃത്വം നൽകുന്നു. വസന്തനും അദ്ദേഹത്തിൻ്റെ 18ഓളം കുടുംബാംഗങ്ങളും രാവും പകലും അക്ഷീണം പ്രയത്നിക്കുന്നത് 15 ആനകളെ അഭിമുഖമായി അണിനിരത്തി നടത്തുന്ന ഗംഭീരമായ കുടമാറ്റം എന്ന പട്ടുക്കുടകളുടെ വർണ്ണശബളമായ മത്സരം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയാണ്. സമാനമായ കഠിനാധ്വാനം തിരുവമ്പാടി ഭാഗത്തും പുരുഷോത്തമനും ജോസും നയിക്കുന്ന സംഘങ്ങൾ നിർവഹിക്കുന്നു. വെഞ്ചാമരങ്ങൾ എന്നറിയപ്പെടുന്ന വെളുത്ത തൂവൽക്കുലകളും ആലവട്ടങ്ങൾ എന്നറിയപ്പെടുന്ന മയിൽപ്പീലി വിശറികളും കൊമ്പുവിടികളുടെ താളത്തിനനുസരിച്ച് ഉയർത്തപ്പെടുന്നു. വിരമിച്ച പ്രൊഫസറായ
ശ്രീ ചാത്തനാഥ മുരളീധരൻ 4 പതിറ്റാണ്ടിലേറെയായി വെഞ്ചാമരങ്ങളുടെ നിർമ്മാണത്തിൽ തൻ്റേതായ സംഭാവന നൽകുന്നു. പൂരത്തിനു മുന്നോടിയായി നിരവധി തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. ഈ ജോലികൾക്കായി ധാരാളം തൊഴിലാളികൾ രംഗത്തിറങ്ങുന്നു. കുടമാറ്റം കാണാൻ എത്തുന്നവരുടെ സൗകര്യങ്ങൾ ക്രമീകരിക്കുന്നു. വടക്കുംനാഥൻ ക്ഷേത്രത്തിലേക്ക് കൂടുതൽ ആളുകൾക്ക് പ്രവേശനം ലഭിക്കുന്നതിനായി ഒരു താൽക്കാലിക റാമ്പ് നിർമ്മിക്കുന്നു. ആനകൾക്കും വാദ്യകലാകാരന്മാർക്കുമുള്ള പന്തലുകളുടെ നിർമ്മാണം. ഈ തയ്യാറെടുപ്പുകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് പന്തൽ നിർമ്മാണം. ഇരുവശങ്ങൾക്കുമായി 3 വ്യത്യസ്ത സ്ഥലങ്ങളിൽ ബഹുനിലകളുള്ള പന്തലുകൾ ഉയർത്തപ്പെടുന്നു. തൃശ്ശൂർ മുനിസിപ്പൽ കോർപ്പറേഷൻ പൂരത്തിനായി വിപുലമായ തയ്യാറെടുപ്പുകളാണ് സാധാരണയായി നടത്താറുള്ളത്. മുൻ കൊച്ചി രാജാവിൻ്റെ പ്രതിമയും അതിൻ്റെ വേലിയും മോടി പിടിപ്പിക്കുന്നു. മാലിന്യം നീക്കം ചെയ്യുന്നതിനുള്ള മുന്നൊരുക്കങ്ങൾ. കുടമാറ്റത്തിൻ്റെ വ്യക്തമായ കാഴ്ച ലഭിക്കുന്നതിനായി മരങ്ങളുടെ ചില്ലുകൾ വെട്ടിമാറ്റുന്ന ഹരിതസേന പ്രവർത്തകർ. താൽക്കാലിക ശുചിമുറികളുടെ നിർമ്മാണം. അധിക ജലവിതരണം ഉറപ്പാക്കുന്നതിനായി താൽക്കാലിക പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നു. മുനിസിപ്പൽ കോർപ്പറേഷന് കീഴിലുള്ള ജനറൽ ആശുപത്രിയിൽ പൂരത്തിനിടയിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നവരെ ചികിത്സിക്കാൻ പ്രത്യേക വാർഡുകളും മറ്റു സൗകര്യങ്ങളും ഒരുക്കാറുണ്ട്. പൂരം വിളംബര ഘോഷയാത്ര. പൂരം ദിവസം ആളുകൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു വിസ്മയകരമായ ദൃശ്യാനുഭവമാണ് സമ്മാനിക്കപ്പെടുന്നത്. ആകാശത്തെ വർണ്ണാഭമായ നക്ഷത്ര സമൂഹങ്ങളാലും തീപ്പൂക്കളാലും പ്രകാശിപ്പിക്കുന്ന വെടിക്കെട്ടുകാർ. ഈ വർണ്ണാഭമായ മാന്ത്രികത സൃഷ്ടിക്കാൻ സ്വന്തം ജീവൻ പോലും പണയം വെച്ച് വെടിക്കെട്ട് തൊഴിലാളികൾ നടത്തുന്ന തയ്യാറെടുപ്പുകൾ. ലക്ഷക്കണക്കിന് ആളുകൾ അനുഭവിക്കുന്ന ആവേശത്തിൻ്റെ അലയൊലികൾക്കിടയിൽ പലപ്പോഴും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നു. പൂരവിളംബരം എന്നത് മറ്റൊരു പ്രധാനപ്പെട്ട ആചാരമാണ്. കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ ശിവകുമാർ എന്ന ഗജവീരൻ തെക്കേ ഗോപുരനടയിലൂടെ തിടമ്പം വഹിച്ചുകൊണ്ട് കടന്നുപോകുന്നു. പൂരത്തിൻ്റെ ആവേശം ഒരു അത്ഭുത ലോകം പോലെയാണ്. പൂരവിളംബരത്തോടെ അതിൻ്റെ വാതിലുകൾ തുറക്കപ്പെടുന്നു. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അനേകം ആനകൾ തൃശ്ശൂരിലേക്ക് എത്തിച്ചേരുന്നു. പൂരം തലേന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കും ആന സംരക്ഷണ സംഘത്തിനും വളരെ തിരക്കുള്ള ദിവസമാണ്. എഴുന്നള്ളിപ്പിനും ദേവന്മാരുടെ തിടമ്പുകൾ അണിനിരത്തുന്നതിനും മലപ്പാടുള്ള ആനകളെ ഈ ചടങ്ങിൽ നിന്നൊഴിവാക്കും. അവയുടെ ചെവിയിൽ ഘടിപ്പിച്ചിട്ടുള്ള മൈക്രോ ഇലക്ട്രോണിക് ചിപ്പ് അവർ പരിശോധിക്കേണ്ടതുണ്ട്.
ആനകളെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും അവയ്ക്ക് മതപ്പാടുണ്ടോ എന്നതുൾപ്പെടെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ലഭ്യമാകും. ആകർഷകമായതും കലാപരവുമായ ചമയങ്ങൾ 2 ദേവസ്വം വളപ്പുകളിലും പ്രദർശിപ്പിക്കുന്നത് കാണാൻ തടിച്ചുകൂടുന്ന ആളുകളുടെ ആവേശവും കൗതുകവും വർദ്ധിപ്പിക്കുന്നു. നെറ്റിപ്പട്ടം, ആനയുടെ നെറ്റിയിൽ അണിയിക്കുന്ന സ്വർണ്ണമുഖം എന്നിവ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ്. ഓരോ വർഷവും തൃശ്ശൂരിലേക്ക് വലിയ തോതിൽ മാധ്യമപ്രവർത്തകർ എത്തിച്ചേരുന്നു. ഏറ്റവും മികച്ചതും വേഗതയേറിയതുമാകാൻ അവർ പരസ്പരം മത്സരിക്കുന്നു. ഓരോ സംഘത്തിലും 12 മുതൽ 18 വരെ വിദഗ്ധരും കലാകാരന്മാരും സഹായികളും ഉണ്ടാകും. ഒരു കുറവും വരാതിരിക്കാൻ അവർ അതീവ ശ്രദ്ധയോടെ പ്രവർത്തിക്കുന്നു. പൂരത്തിൻ്റെ ആഘോഷത്തിന് കൂടുതൽ മനോഹാരിത നൽകുന്ന ഒരു പ്രധാന ഘടകമാണ് വാദ്യോപകരണങ്ങൾ സൃഷ്ടിക്കുന്ന സംഗീത സമന്വയം. ഇതിൽ മേളവിദ്വാൻമാരുടെയും മറ്റു താളവാദ്യ വിദഗ്ധരുടെയും പങ്ക് വളരെ വലുതാണ്. അവരിലൊരാളാണ് തിരുവമ്പാടി വിഭാഗത്തിൻ്റെ നടപ്പന്തയുടെ തലവനായ കുട്ടൂർ രാധാകൃഷ്ണൻ. അദ്ദേഹം മഠത്തിൽ നിന്നുള്ള വരവ് എന്ന ഘോഷയാത്രയിൽ അകമ്പടി സേവിക്കുന്നു. പോലീസ് ഉദ്യോഗസ്ഥരുടെയും അഗ്നിശമന സേനാംഗങ്ങളുടെയും സന്നദ്ധ പ്രവർത്തകരുടെയും സേവനം പ്രത്യേകം പരാമർശിക്കേണ്ടതാണ്. പൂരം തലേന്ന് വിവിധ ജില്ലകളിൽ നിന്ന് 3000-ലധികം പോലീസുകാർ തൃശ്ശൂരിലെത്തുന്നു. അഗ്നിശമന സേനയുടെ ഒരുക്കങ്ങൾ ആരംഭിക്കുന്നു. Go.
സാധാരണയായി അധികമാരും ശ്രദ്ധിക്കാത്തതും വിലയിരുത്താത്തതുമായ നിരവധി ദൃശ്യങ്ങൾ ഈ ഉത്സവത്തിൻ്റെ പിന്നാമ്പുറത്തുണ്ട്. ഉത്സവകാലത്തിനായി ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന മറ്റൊരു വിഭാഗമാണ് ആനപ്പുറത്ത് കയറുന്ന തൊഴിലാളികൾ. മഠത്തിൽ നിന്ന് ആരംഭിക്കുന്ന പഞ്ചവാദ്യം മഠത്തിലെ വരവ് എന്നറിയപ്പെടുന്നു. തൃശ്ശൂർ പൂരത്തിലെ താരരാജാവ് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ. ലക്ഷക്കണക്കിന് ആളുകളെ ആകർഷിക്കുന്ന മറ്റൊരു വിസ്മയ കാഴ്ചയാണ് കുടമാറ്റത്തിനായി തെക്കോട്ട് നീങ്ങുന്ന ആനകളുടെ നിര. കുടമാറ്റം കാണാൻ ലക്ഷക്കണക്കിന് ആളുകൾ വരുമെന്നും തിങ്ങി നിറഞ്ഞ ജനക്കൂട്ടത്തിലൂടെ മുകളിലേക്ക് എറിഞ്ഞ മണൽ പോലും താഴേക്ക് വീഴില്ലെന്നും മാധ്യമങ്ങൾ പലപ്പോഴും പറയാറുണ്ട്. അത്രയധികം ആളുകൾ കുടമാറ്റം ആസ്വദിക്കുമ്പോൾ അതിനു പിന്നിൽ ഒരുപാട് അണിയറ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. കുടമാറ്റത്തിനു പിന്നിലെ മനുഷ്യരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വളരെ കുറച്ചു പേർക്കേ അറിയൂ. വർണ്ണവിസ്മയങ്ങളുടെ ഒരത്ഭുതമാണ് തൃശ്ശൂർ പൂരത്തിലെ കുടമാറ്റം.
BSNL-ലെ വിരമിച്ച ജീവനക്കാരനായ ഭരതനും സുഹൃത്ത് ശശിയും ചേർന്നാണ് തീവെട്ടി ഉണ്ടാക്കുന്നത്. രണ്ടാം ദിവസത്തെ പകൽപൂരം. കൂടുതലും വീട്ടമ്മമാരായ സ്ത്രീകൾ ഈ പകൽപൂരം കാണാൻ വരുന്നതിനാൽ ഇതിനെ പെൺപൂരം എന്നും വിശേഷിപ്പിക്കാറുണ്ട്. പൂരത്തിൻ്റെ ആഘോഷങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കേണ്ടി വരുന്ന മറ്റൊരു വിഭാഗം കൂടിയുണ്ട്. രണ്ടാം ദിവസത്തെ പകൽപൂരത്തിന് കതിന എന്നറിയപ്പെടുന്ന വെടിമരുന്ന് നിറച്ച പടക്കം പൊട്ടിക്കുന്നവരാണ് ഇവർ. കഴിഞ്ഞ 30 വർഷമായി തൃശ്ശൂർ നെറ്റിശ്ശേരിയിലെ ഒറേമ്പുറത്ത് ഹരിദാസാണ് തിരുവമ്പാടി വിഭാഗത്തിന് വേണ്ടി ഈ ജോലി ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ കുടുംബം തലമുറകളായി ഈ പണി ചെയ്തു വരുന്നു. ഒരിക്കൽ പൂരക്കഞ്ഞിയുടെ രുചി അറിഞ്ഞവർ എല്ലാ വർഷവും അത് കഴിക്കാൻ വരും. കുത്തിരിക്കഞ്ഞി, ചെത്തുമാങ്ങ അച്ചാർ, മാങ്ങാ പുളിശ്ശേരി, മുതിരപ്പുഴുക്ക് എന്നിവയാണ് ഈ പൂരക്കഞ്ഞിയിലെ പ്രധാന വിഭവങ്ങൾ. തേങ്ങാക്കൊത്തും ശർക്കരയും ചേർത്താണ് ഇത് തയ്യാറാക്കുന്നത്. പൂരക്കഞ്ഞി തയ്യാറാക്കുന്നവർക്ക് പൂരത്തിൻ്റെ വർണ്ണാഭമായ കാഴ്ചകൾ ആസ്വദിക്കാൻ സാധിക്കാറില്ല. ഓരോ പൂരക്കാലവും കാത്തിരിക്കുന്ന ചില ആളുകളുണ്ട്. കൈനോട്ടക്കാരായ ജ്യോത്സ്യന്മാർ. അവർ നിരന്നിരിക്കുന്ന കാഴ്ച വളരെ രസകരമാണ്. തമിഴ്നാട്ടിൽ നിന്നുള്ള നാടോടി കുടുംബങ്ങളും അത്തരക്കാരിൽ പെടുന്നു. പൂരം തങ്ങൾക്ക് ജീവിതമാണെന്ന് അവർ പറയുന്നു. പൂരത്തിനിടയിൽ പരിക്കേൽക്കുന്നവരും സൂര്യാഘാതമേറ്റ് ബോധം കെടുന്നവരും മറ്റു രോഗങ്ങളുള്ളവരുമായി ആയിരക്കണക്കിന് ആളുകൾ ജനറൽ ആശുപത്രിയിലെത്തുന്നു. ഡോക്ടർമാരും മറ്റു മെഡിക്കൽ ജീവനക്കാരും വലിയ പ്രതിബദ്ധതയോടെ അവരെ പരിചരിക്കുന്നു. ആൾക്കൂട്ടം വലിച്ചെറിഞ്ഞ മാലിന്യം കൊണ്ട് മലിനമായ പൂരപ്പറമ്പ് വൃത്തിയാക്കുന്ന കുടുംബശ്രീ പ്രവർത്തകരുടെയും തൃശ്ശൂർ കോർപ്പറേഷനിലെ ആരോഗ്യവകുപ്പിൻ്റെയും സേവനം അത്യധികം പ്രശംസനീയമാണ്. പൂരം കഴിഞ്ഞ് മണിക്കൂറുകൾക്കുള്ളിൽ ഈ സ്ഥലം മുഴുവൻ ശുചീകരിക്കുന്ന ഈ ആളുകൾക്ക് എത്ര അഭിനന്ദനം നൽകിയാലും മതിയാവില്ല. വിദ്യാർത്ഥി സന്നദ്ധ പ്രവർത്തകരും അവരെ സഹായിക്കാൻ എത്തുന്നുണ്ട്.
പൂരം അവസാനിച്ചു. പൂരപ്പറമ്പ് വീണ്ടും ശാന്തമാകുന്നു. പ്രകൃതിയും മനുഷ്യനും ഒത്തുചേരുമ്പോഴാണ് പൂരം പൂർണ്ണമാകുന്നത്. പൂരത്തിൻ്റെ തിരശ്ശീല വീഴുമ്പോൾ, സൂര്യൻ പടിഞ്ഞാറൻ ചക്രവാളത്തിൽ അസ്തമിക്കുമ്പോൾ വർണ്ണാഭമായതും താളാത്മകവുമായ മറ്റൊരു പൂരത്തിൻ്റെ പുതിയ സ്വപ്നങ്ങളുമായി അത് യാത്രയാകുന്നു.